മസ്കറ്റിലെ ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിന്റെ അന്താരാഷ്ട്ര എക്സിബിഷന് തുടക്കമായി. ഒപെക്സും ഒമാൻ സുസ്ഥിരത വാരാചരണവും ചേർന്നാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചത്. ദിവാൻ ഓഫ് റോയൽ കോർട്ടിലെ ഉപദേഷ്ടാവ് സയ്യിദ് ഹാരിബ് ബിൻ തുവൈനി അൽ സയ്യിദിന്റെ രക്ഷാകർതൃത്വത്തിലാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. പ്രവർത്തനത്തിലെ സുസ്ഥിരത, നവീകരണം, നിക്ഷേപം, ആഘാതം എന്നീ വിഷയത്തിലാണ് ഈ വർഷത്തെ ഒമാൻ സുസ്ഥിരതാ വാരാചരണം നടക്കുന്നത്. ഊർജ്ജ മേഖലയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ പങ്കാളിത്തത്തിന്റെയും സാങ്കേതിക പുരോഗതിയുടെയും പങ്ക് അടിവരയിടുന്ന നിരവധി പദ്ധതികൾ എക്സിബിഷനിൽ ഉണ്ട്. സാമ്പത്തിക വളർച്ചയെയും പരിസ്ഥിതി സന്തുലിതാവസ്ഥയെയും നിലനിർത്തിക്കൊണ്ട് ഊർജ്ജ പരിവർത്തനത്തെ പിന്തുണയ്ക്കുന്ന തന്ത്രപരമായ പദ്ധതികളെക്കുറിച്ചും ഉദ്ഘാടനവേളയിൽ ഒമാൻ ഊർജ്ജ ധാതുമന്ത്രി എഞ്ചിനീയർ സലേം ബിൻ നാസർ അൽ ഔഫി സംസാരിച്ചു. ഒമാനിൽ കഴിഞ്ഞ വർഷം മൊത്തം വൈദ്യുതി ഉൽപാദനത്തിന്റെ ഏകദേശം 9% പുനരുപയോഗ ഊർജ്ജമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒമാൻ വിഷൻ 2040 അനുസൃതമായി മേഖലയിലെ സാമൂഹിക ഉത്തരവാദിത്വം സ്ഥാപനവൽക്കരിക്കുന്നതിൽ ഈ തുടക്കം ഒരു പ്രധാന നാഴികക്കല്ലാണെന്ന് ഊർജ്ജ ധാതു മന്ത്രാലയത്തിന്റെ അണ്ടർ സെക്രട്ടറിയും ഫൗണ്ടേഷന്റെ ഡയറക്ടർ ബോർഡ് ചെയർമാനുമായ മൊഹസൻ ബിൻ ഹമദ് അൽ ഹദ്റാമി പറഞ്ഞു. 8 എണ്ണവാതക കമ്പനികളുടെ സഹകരണത്തോടെ 2018 ആദ്യമായി ആരംഭിച്ച ഈ സംരംഭം ഇതുവരെ ആരോഗ്യം, വിദ്യാഭ്യാസം, യുവജന ശാക്തീകരണം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിലായി 11 പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു. കൈരളി ന്യൂസ്, ഒമാൻ. ഒമാൻ മത്ര KMCC സിദി സായിദ് മെഡിക്കെയർ പദ്ധതിയുടെ ലോഗോ പ്രകാശനം ഒമാനിൽ നടന്നു. മസ്കറ്റ് KMCC നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി റഹീം വറ്റല്ലൂർ പ്രകാശന കർമ്മം നിർവഹിച്ചു. ഒമാനിലെ വ്യാപാര കേന്ദ്രമായ മത്രയിൽ പ്രവാസ ജീവിതം നയിച്ച് നാട്ടിൽ സ്ഥിരതാമസമാക്കിയ പ്രവർത്തകരിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് സാന്ത്വനമേകുന്ന സഹായ പദ്ധതിയാണിത്. റുസൈലിൽ വെച്ച് നടന്ന പരിപാടിയിൽ മത്ര KMCC പ്രസിഡന്റ് ഫൈസൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി റാഷിദ് പൊന്നാനി പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു.